പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന LM2596 HVS മോഡൽ ഉപയോഗിക്കുന്ന ഒരു DC to DC കൺവെർട്ടറാണ്. ഇത് ഒരു 100-150 റേഞ്ചിനകത്ത് നമുക്ക് സാധാരണ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ട് അവർ ആ ചിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. LM2596 HVS DC to DC കൺവെർട്ടർ. ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ സിമ്പിളാണ്. നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സൈഡിൽ ഇൻപുട്ട് കൊടുക്കുക, അടുത്ത സൈഡിൽ ഔട്ട്പുട്ട് എടുക്കുക. അവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ ഇതുപോലുള്ള മൊഡ്യൂൾസുകൾ ഉപയോഗിക്കുന്നത് 24 വോൾട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിരുന്നാലും നമുക്കിപ്പോൾ 12 വോൾട്ട് ഇതേപോലുള്ള ലൈറ്റുകൾ കത്തിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഒരു റിലേ വർക്ക് ചെയ്യിക്കാനോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. അത് ഇല്ലാതെ കണക്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ബാറ്ററിയിൽ നിന്നായിരിക്കും നിങ്ങൾ കണക്ഷൻ എടുക്കുന്നത്. ഒറ്റ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ എടുക്കുമ്പോൾ ഒരു ബാറ്ററി മാത്രം കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് അതൊരു പക്ഷേ ഡിസ്ചാർജ് ആയിരിക്കാം, ഒത്തിരി ഓവർ ഡിസ്ചാർജ് ആവുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം 24/7 ഒരുപക്ഷെ ചിലപ്പോൾ മോഡമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേയോ ചിലപ്പോൾ പവർ ചെയ്യുന്ന ഒറ്റ ബാറ്ററിയിൽ നിന്നായിരിക്കാം. അങ്ങനെയുള്ള കേസുകളിൽ പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലുള്ളൊരു ഇതുപോലുള്ള മൊഡ്യൂളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളിപ്പോൾ 24 വോൾട്ട് ആണെങ്കിൽ 24 വോൾട്ട് സിസ്റ്റത്തിൽ നിന്നായിരിക്കും എടുക്കുന്നത്. 24 വോൾട്ട് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ 12 വോൾട്ടിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വോൾട്ടിലേക്ക് മാറ്റിയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 4 to 40 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1.3 to 35 റേഞ്ച് ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ അഡ്വാൻറ്റേജ് ഇതിൽ സ്ക്രീനും കൂടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 12 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ പോലും 12 വോൾട്ട് സിസ്റ്റത്തിലാകുമ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ട് ഇപ്പോൾ എത്രയാണ് ഔട്ട്പുട്ട് വോൾട്ട് 12.2 ആണ്. ഒരു പക്ഷേ ഇൻപുട്ട് വോൾട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചാർജിങ് ടൈമിൽ വോൾട്ട് കൂടുതലായിരിക്കും. ഒരു പക്ഷേ ഒരു 15 വോൾട്ടൊക്കെ വരും. ആ ഒരു കേസ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ചാർജിങ് ടൈമിൽ നമുക്കിപ്പോൾ ഒരു 15 വോൾട്ടായിരിക്കും. 15 വോൾട്ടൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ചില ഡിവൈസുകൾക്ക് അത് നല്ലതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലൈറ്റിനൊക്കെ ബ്രൈറ്റ്നസ് കൂടുമെങ്കിലും ഇതിൻ്റെയൊക്കെ ലൈഫ് പെട്ടെന്ന് പോകും. അല്ലെങ്കിൽ ഒരു മോഡമോ അല്ലെങ്കിൽ വൈഫൈ റൂട്ടറോ പോലുള്ള ഡിവൈസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ലൈഫ് പെട്ടെന്ന് കുറയും. അപ്പോൾ ഈ കേസിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇതൊന്നും വലിയ വില വരുന്ന മൊഡ്യൂളല്ല. ഇതൊക്കെ ഒരു 100 രൂപ 200 രൂപ 300 രൂപ ആ റേഞ്ചിനായി കിട്ടുന്ന മൊഡ്യൂൾസാണ്. ഈ കാണുന്ന ടൈപ്പ് ചെറിയ മൊഡ്യൂളുകളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബിൽറ്റിൻ വോൾട്ടേജ് കാണിക്കേണ്ട ഒരു ഓപ്ഷൻ ഇല്ല. ആ ഒരു വിഷയമാണ് നമ്മുടെ ഈ ഒരു ബോർഡ് സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൾറെഡി ഒരു LED സ്ക്രീൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതേപോലെ ഒരു സ്ക്രീൻ വാങ്ങിയിട്ട് വരും. അപ്പോൾ വീണ്ടും കോസ്റ്റ് കൂടും. നേരെ മറിച്ച് ഈ മൊഡ്യൂളിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു 100-150 രൂപയ്ക്ക് അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതേപോലുള്ള മൊഡ്യൂൾസ് കിട്ടും. അപ്പോൾ ഇതേപോലത്തെ മൊഡ്യൂൾസ് ആകുമ്പോൾ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും കാണാൻ പറ്റും. ഈ മൊഡ്യൂളും രണ്ടും സെയിം ഫംഗ്ഷനാണ്. ഇതൊരു HVS വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഒരു റോയൽ റൈസിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. HVSഉം ഇത് LM2596 വേരിയൻറ്റുമാണ്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് റേഞ്ച് 4 to 40 ആണ്. ഇതൊരു 4 to 50 വോൾട്ട് വരെ ഇൻപുട്ട് റേഞ്ച് പോകാൻ പറ്റും. അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ ഇതേപോലെ മൾട്ടി-ടേൺ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്കിതായപ്പോൾ ഇവിടെ വാല്യൂസ് മാറ്റി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കാം. വാല്യൂസ് ഇവിടെ താഴോട്ട് എപ്പോഴും വോൾട്ടേജ് എപ്പോഴും നമുക്ക് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 12.7 ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12.7 താഴെ വന്നു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ട് തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, നേരെ തിരിച്ച് 12.7 മുകളിൽ പോകുന്ന സമയത്ത് അതായത് ഒരു 17-18 വോൾട്ടായി. പക്ഷേ ഇവിടെ നമുക്ക് മാക്സിമം വന്നിരിക്കുന്നത് 12.7 തന്നെയാണ്. അത് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിലൊരു അഡ്വാൻറ്റേജ് നമുക്കൊരു എന്തെങ്കിലും ഒരു കുഞ്ഞ് ഡിവൈസോ അങ്ങനെയുള്ള ചെറിയ ആംബിയർ ലോ പവർ കൺസപ്ഷൻസ് ഒരു 1 to 2 ആംബിയർ റേഞ്ചിലുള്ള ഡിവൈസുകൾ ഇതിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മൾട്ടി-ടേൺ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പം വോൾട്ടേജ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാൻ കുറച്ചൊരു 12 എത്തിക്കാം. അതിപ്പോൾ 12.1 മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ വോൾട്ട് കുറച്ചാലും അതെനിക്ക് ഒരു സ്റ്റേബിൾ ഔട്ട്പുട്ടായിരിക്കും അവിടെ കിട്ടുന്നത്. ഇപ്പോഴത്തെ വോൾട്ട് മാറ്റിയില്ല. ഇപ്പോഴത്തെ വോൾട്ട് അതായപ്പോൾ ഒരു 15 ആണ്. 15 ആണെങ്കിൽ എനിക്ക് 12.12 അപ്പോൾ നമുക്കിനി ഈ ഒരു മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു മൊഡ്യൂളിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് ഇതേപോലെ അഡീഷണൽ ഒരു സ്ക്രീൻ വേണ്ട. ഇപ്പോൾ ഞാൻ മൾട്ടിമീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രീനിൻ്റെ കോസ്റ്റ് കൂടെ കുറയ്ക്കാൻ പറ്റും.